1998 മുതലുള്ള കൊടും പക. ബിഷ്ണോയ് സംഘത്തിന് സൽമാൻ ഖാനോടുള്ള അടങ്ങാത്ത ആ പകയാണ് ഞായറാഴ്ച പുലർച്ചെ ബാന്ദ്രയിലെ വസതിക്ക് നേരെയുള്ള വെടിവയ്പിൽ കലാശിച്ചത്. ഹം സാത്ത് സാത്ത് ഹേ സിനിമയുടെ ഷൂട്ടിങ്ങിനായി ജോധ്പൂരിലെത്തിയപ്പോഴാണ് സൽമാൻ ഖാൻ കൃഷ്ണമൃഗങ്ങളെ വേട്ടയാടിയത്. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനു പുറമെ ബിഷ്ണോയ് വിഭാഗത്തിന്റെ പകയും അന്നു മുതൽ സൽമാന് തലവേദനയായി. ബിഷ്ണോയ് വംശത്തിന്റെ വിശുദ്ധ മൃഗമാണ് കാലാഹിരൺ എന്നും പേരുള്ള കൃഷ്ണമൃഗം. 98-ൽ 5 വയസ്സു മാത്രമുണ്ടായിരുന്ന പഞ്ചാബിലെ ഫിറോസ്പൂർ സ്വദേശിയായ ലോറൻസ് ബിഷ്ണോയ് ഇന്ന് സൽമാൻ ഖാന് പേടി സ്വപ്നമാണ്. കുട്ടിക്കാലത്ത് വാർത്തകളിൽ നിന്നും സമുദായാംഗങ്ങൾക്കിടയിലെ ചർച്ചകളിൽ നിന്നുമാണ് ലോറൻസ് ബിഷ്ണോയ് സൽമാന്റെ വേട്ടയെപ്പറ്റി അറിയുന്നത്. അന്നു മനസ്സിൽ പാകിയ പകയുടെ വിത്തുകൾ ലോറൻസിനെ ക്രിമിനൽ സംഘത്തലവനായി വളർത്തി. നിലവിൽ തീഹാർ ജയിലിലാണ് ലോറൻസ് ബിഷ്ണോയ് എങ്കിലും സൽമാന്റെ വസതിക്ക് നേരെയുള്ള ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഇയാൾ തന്നെയാണെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ബാന്ദ്രയിൽ സൽമാൻ ഖാന്റെ വീടായ ഗാലക്സി അപ്പാർട്ട്മെന്റിന് നേരെ ഞായറാഴ്ച പുലർച്ചെ 4:55-നാണ് രണ്ടംഗ സംഘം വെടിയുതിർത്തത്. സംഭവം നടക്കുമ്പോൾ സൽമാൻ ഖാൻ വീട്ടിലുണ്ടായിരുന്നു. ബൈക്കിലെത്തിയ സംഘം 3 തവണയാണ് വെടിയുതിർത്തത്. വെടിവയ്പ്പിന് ശേഷം മുംബൈയിൽ നിന്ന് ഗുജറാത്തിലേക്ക് കടന്ന പ്രതികളെ ഗുജറാത്തിലെ ഭുജിൽ നിന്നാണ് പിടികൂടിയത്. ബീഹാർ സ്വദേശികളായ വിക്കി സാഹബ് ഗുപ്ത, സാഗർ ശ്രീജോഗേന്ദ്രപാൽ എന്നിവരുടെ അറസ്റ്റ് മുംബൈ ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി. ബിഷ്ണോയിയുടെ സംഘത്തെ നയിക്കുന്ന രാജസ്ഥാനിലെ രോഹിത് ഗോദരയാണ് സംഭവത്തിന്റെ ആസൂത്രകനെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. പ്രതികൾ ഉപയോഗിച്ചെന്ന് കരുതുന്ന ബൈക്ക് ബാന്ദ്രയിലെ മൗണ്ട് മേരി പള്ളിക്ക് സമീപത്തു നിന്ന് നേരത്തെ കണ്ടെടുത്തിരുന്നു. അക്രമികളുടെ CCTV ദൃശ്യങ്ങളും പോലീസ് പുറത്തുവിട്ടിരുന്നു. സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ലോറൻസ് ബിഷ്ണോയിയുടെ സഹോദരൻ അൻമോൾ ബിഷ്ണോയിയും രംഗത്തെത്തിയിരുന്നു. ഇത് ട്രെയിലറാണെന്നായിരുന്നു നിലവിൽ കാനഡയിൽ ഒളിവിൽ കഴിയുന്ന അൻമോൾ ബിഷ്ണോയ് ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞത്. പഞ്ചാബി ഗായകൻ സിദ്ധു മൂസേവാലയെ കൊലപ്പെടുത്തിയ കേസുൾപ്പെടെ 18ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാൾ. മുമ്പും സൽമാൻ ഖാനെതിരെ ആക്രമണ ശ്രമം ഉണ്ടായിട്ടുണ്ട്. ഷാർപ്പ് ഷൂട്ടറായ സമ്പത് നെഹ്റ സൽമാന്റെ വസതിക്കടുത്ത് വെച്ച് പിടിയിലായപ്പോഴും അന്വേഷണം ചെന്നെത്തിയത് ലോറൻസ് ബിഷ്ണോയിലേക്കാണ്. സൽമാനെ ഞങ്ങൾ വകവരുത്തിയിരിക്കുമെന്ന് പോലീസ് വാഹനത്തിനുള്ളിലിരുന്ന് ലോറൻസ് ബിഷ്ണോയ് വിളിച്ചു പറഞ്ഞ വീഡിയോ മുമ്പ് പുറത്തു വന്നിരുന്നു. അന്നു മുതൽ അംഗരക്ഷകരുടെ തണലിൽ ബുള്ളറ്റ് പ്രൂഫ് കാറിലാണ് സൽമാന്റെ യാത്ര. ലോറൻസ് ബിഷ്ണോയിയുടെ വലം കൈയാണ് കാനഡ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മാഫിയ തലവൻ ഗോൾഡി ബ്രാർ. സതീന്ദർ സിംഗ് എന്ന ഗോൾഡി ബ്രാറുമായുള്ള ബന്ധം മൂലമാണ് ബിഷ്ണോയിയുടെ ഗ്യാങ് ഇന്ത്യക്ക് പുറത്തേക്കും വളർന്നത്. സൽമാനെതിരെയുള്ള ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ഇവരുടെ ഓരോ നീക്കങ്ങളും പോലീസ് നിരീക്ഷിച്ചു വരികയാണ്.